നമ്മൾ മലയാളികൾക്ക് ജീപ്പ് ഒരു വാഹനം മാത്രമല്ല, അതൊരു ഒന്നൊന്നര ഫീലാണ്. കടന്നുപോയ ഒരു തലമുറയുടെ ഓർമ്മകളിലെ ത്രസിപ്പിക്കുന്ന വികാരം. ജീപ്പിൻ്റെ ആ ഇരമ്പൽ നമ്മെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടെല്ലാമാണ്. പോലീസായാൽ ജീപ്പ് വേണം, പട്ടാളമായാൽ ജീപ്പ് വേണം, മല കയറാനും ചുരം താണ്ടാനും കല്യാണത്തിനും സമ്മേളനത്തിനും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും ജീപ്പ് വേണം. സർക്കാർ ഓഫീസിൽ നിർബന്ധമായും വേണം ജീപ്പ്. സിനിമയിൽ നായകൻ ജീപ്പിൽ വന്നിറങ്ങണം. ഡ്യൂപ്പില്ലെങ്കിലും ജീപ്പില്ലാതെ സ്റ്റണ്ട് ഇല്ലാതിരുന്ന സിനിമകളുടെ കാലം. കല്യാണ വിരുന്നുകൾക്ക് നിരനിരയായി പോകുന്ന ജീപ്പിൻ്റെ പിറകിലെ ഫുട്ബോളിൽ നിന്ന് പോകുന്ന അന്നത്തെ ഫ്രീക്കൻ ചേട്ടന്മാരുടെ ഗമ ഒന്ന് വേറെ തന്നെയായിരുന്നു. വലുതാകുമ്പോൾ ജീപ്പിൽ അങ്ങനെ നിന്ന് കല്യാണത്തിന് പോകാൻ കൊതിച്ച ബാല്യകാലം. നഗര ഗ്രാമീണ വ്യത്യാസമില്ലാതെ ഒരേ സമയം രാജാവിൻ്റെയും പടയുടെയും പ്രജയുടെയും പ്രിയവാഹനമായ രാജവീഥികളെ പുളകം കൊള്ളിച്ച ജീപ്പിൻ്റെ കഥ. വെൽക്കം ടു ദി ഗസറ്റ്. യുദ്ധത്തിനു വേണ്ടി നിർമ്മിക്കപ്പെട്ട് പടക്കളങ്ങൾക്കപ്പുറം ജനസാമാന്യത്തിൻ്റെ പ്രിയവാഹനമായി മാറിയ കഥയാണ് ജീപ്പിനുള്ളത്. 1930 കാലഘട്ടം. പട്ടാളക്കാർക്ക് കരയിൽ എവിടെയും ഉപയോഗിക്കാനാവുന്ന തരം ഒരു വാഹനത്തിനായുള്ള ശ്രമം അമേരിക്ക ആലോചിച്ചു തുടങ്ങിയ സമയമായിരുന്നു അത്. 1939 രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. അടുത്ത വർഷത്തോടെ അമേരിക്കൻ പട്ടാളക്കാർക്കായി മേൽപ്പറഞ്ഞ സൗകര്യങ്ങളുള്ള ഒരു വാഹനം നിർമ്മിച്ചു നൽകാൻ കാർ നിർമ്മാണ കമ്പനികൾക്ക് അമേരിക്ക കർശന നിർദ്ദേശവും നൽകി. മാനദണ്ഡങ്ങൾ പട്ടാളം പറഞ്ഞു. ഏതു തരം സ്ഥലത്തും ഓടാനാകണം, 4 വീൽ ഡ്രൈവ് ആയിരിക്കണം, 6.5 ഇഞ്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് വേണം എന്നിങ്ങനെ തുടങ്ങി ഏത് ടെറൈനിലും ആർക്കും കിടപിടിക്കാനാവാത്ത ഒരു വാഹനം. കമ്പനികൾ ശ്രമം തുടങ്ങി. 50 ദിവസത്തിനകം മോഡൽ കാണിക്കണം. ഓടിക്കാൻ കഴിയുന്ന ആദ്യ വാഹനം 75 ദിവസത്തിനകം കാണിക്കണം എന്നൊക്കെയായിരുന്നു കരാറിൻ്റെ മറ്റു വ്യവസ്ഥകൾ. അമേരിക്കൻ ബാൻഡം, വില്ലീസ് ഓവർലാൻഡ് എന്നീ കമ്പനികൾ മാത്രമേ അതിനോട് പ്രതികരിച്ചുള്ളൂ. വാഹന രൂപകൽപ്പനയ്ക്ക് ഒഹായോ സർവകലാശാലയിലെ മെക്കാനിക്കൽ എഞ്ചിനീയർ കാൾ പ്രോബ്സ്റ്റിനെ അമേരിക്കൻ ബാൻഡം ചുമതലപ്പെടുത്തി. അങ്ങനെ രൂപപ്പെട്ട വാഹനത്തിൻ്റെ വിവരങ്ങൾ കമ്പനി സൈന്യത്തെ അറിയിച്ചു. ഉടനടി അംഗീകാരവും കിട്ടി. ശരിക്കു പറഞ്ഞാൽ അതാണ് ജീപ്പിൻ്റെ പിറവി. കാൾ പ്രോബ്സ്റ്റ് അതിൻ്റെ പിതാവും. പക്ഷേ സൈന്യം അമേരിക്കൻ ബാൻഡത്തെ മാത്രമായി കരാറേൽപ്പിക്കാൻ തയ്യാറായില്ല. കാരണം ആ കമ്പനി സാമ്പത്തികമായി നല്ല നിലയിലല്ലായിരുന്നു അപ്പോൾ. ബാൻഡത്തിന് കരാർ നൽകിയപ്പോൾ തന്നെ അവരുടെ വാഹനത്തിൻ്റെ രൂപരേഖ സൈന്യം വില്ലീസിനും ഫോർഡിനും നൽകി. അതേ മാതൃകയിൽ വാഹനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഗവൺമെൻറ്റിനു വേണ്ടി ഉണ്ടാക്കുന്ന വാഹനങ്ങൾ എന്ന നിലയിൽ ഇവയ്ക്ക് ജി എന്ന കോഡുണ്ടായി. ചെറിയ പട്ടാള വാഹനങ്ങൾക്ക് സൈന്യത്തിൻ്റെ കോഡ് പി ആയിരുന്നു. രണ്ടും ചേർന്ന് ജി പി ആയി. പറഞ്ഞ് വാഹനത്തിന് ജീപ്പ് എന്ന് ഉച്ചാരണം കൈവന്നു. സ്പെല്ലിംഗ് ജീപ്പ് എന്നായി. അങ്ങനെയാണ് ഐതിഹാസികവും ലോകമെങ്ങും പരിചിതവുമായ ജീപ്പ് എന്ന പേരിൻ്റെ തുടക്കം. ഇന്ത്യ ബ്രിട്ടൻ്റെ അധീനതയിലായിരുന്ന 1945 മഹീന്ദ്ര എന്ന കമ്പനി പിറവിയെടുക്കുന്നത്. ഇന്ത്യ അതിവേഗം സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യയുടെ വിശാലവും വൈവിധ്യവുമാർന്ന ഭൂപ്രകൃതിക്ക് ചേർന്ന മോട്ടോർ വാഹനങ്ങൾ ഉണ്ടെങ്കിലേ പുരോഗതി നേടാനാകൂ എന്നും തിരിച്ചറിഞ്ഞാണ് മഹീന്ദ്ര ബിസിനസ് തുടങ്ങിയത്. അതിനായുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയും ചേർന്നത്. യുദ്ധം 1945 സെപ്റ്റംബറിൽ അവസാനിക്കുകയും M&M എന്ന മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കമ്പനി ഒക്ടോബറിൽ മുംബൈയിൽ രൂപമെടുക്കുകയും ചെയ്തു. യുദ്ധത്തിനായി അമേരിക്കയും ബ്രിട്ടനുമൊക്കെ അടങ്ങുന്ന സഖ്യസേന അമേരിക്കയിൽ നിന്നും എത്തിച്ച 2000ഓളം ജീപ്പുകൾ അപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്നു. ബർമ്മ അതിർത്തിയായിരുന്നു ഇന്ത്യയിലെ യുദ്ധമുഖം. ജീപ്പുകളിൽ നല്ലൊരു പങ്ക് യുദ്ധത്തിൽ തകരാതെ ബാക്കിയായിരുന്നു. ഇതെല്ലാം കൂടി അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് പട്ടാളം അവ ഇവിടെ ലേലത്തിൽ വിൽക്കാൻ തീരുമാനിച്ചു. അത് വാങ്ങി ജനങ്ങൾക്ക് വിൽക്കാൻ ആദ്യം മഹീന്ദ്ര തീരുമാനിച്ചെങ്കിലും പരിക്കേറ്റ പട്ടാള വണ്ടികളല്ല, ജനകീയ വണ്ടികൾ തന്നെ നിർമ്മിക്കുകയാണ് നല്ലതെന്ന് ഉറപ്പിച്ചു. അതേസമയം ജീപ്പ് എന്ന വാഹനത്തിൻ്റെ സാധ്യത അവർക്ക് മനസ്സിലാകുകയും ചെയ്തു. യുദ്ധശേഷം പട്ടാള ജീപ്പിൽ ഒതുങ്ങാതെ വില്ലീസ് ഓവർലാൻഡ് അമേരിക്കയിൽ ജനങ്ങൾക്കായി ജീപ്പ് നിർമ്മിച്ചു തുടങ്ങിയിരുന്ന കാലമായിരുന്നു അത്. സിവിലിയൻ ജീപ്പ് എന്നർത്ഥത്തിൽ CJ എന്ന് കോഡ് നാമമുള്ള വാഹനങ്ങളായിരുന്നു അത്. 1947 മഹീന്ദ്ര വില്ലീസ് ഓവർലാൻഡ് ജീപ്പിൻ്റെ CJ 2A മോഡൽ 75 ഓർഡർ ചെയ്തു.
1949 അവ എത്തി. ജീപ്പായിട്ടല്ല, പാർട്സായിട്ട്. അത് മുംബൈയിൽ മഹീന്ദ്ര കമ്പനിയിൽ അസംബിൾ ചെയ്തു. 1949 ജൂൺ 3 ആദ്യ ജീപ്പ് M&M കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങി. അതായിരുന്നു തുടക്കം. പിന്നെ വില്ലീസിൻ്റെ എല്ലാ തലമുറ ജീപ്പുകളുടെയും ലൈസൻസ് M&M എന്ന മഹീന്ദ്രയ്ക്ക് കിട്ടി. കുറച്ച് വർഷങ്ങൾക്കിടെ വില്ലീസ് ഓവർലാൻഡ് എന്ന കമ്പനി വില്ലീസ് മാത്രമാവുകയും പിന്നെ പല കൈമറിഞ്ഞ് ജീപ്പ് ബ്രാൻഡ് ഡ്രെയ്ലർ ക്രൈംസ്ലർ എന്ന കമ്പനിയുടേതാവുകയും ചെയ്തു. അവരുടെ നിയന്ത്രണത്തിലെത്തിയപ്പോഴാണ് ജീപ്പ് എന്ന നാമം ഉപയോഗിക്കാനുള്ള അവകാശം മഹീന്ദ്രയ്ക്ക് നഷ്ടമായത്. ജീപ്പ് എന്ന പേര് ഇപ്പോൾ ആ ജീപ്പിൻ്റേതല്ല, വിലയേറിയ SUVകൾ നിർമ്മിക്കുന്ന അമേരിക്കൻ കമ്പനിക്ക് സ്വന്തമാണ്. പക്ഷേ ഇന്ത്യക്കാർക്ക് ജീപ്പ് എന്ന് പറഞ്ഞാൽ മഹീന്ദ്രയുടെ ജീപ്പാണ്. മഹീന്ദ്ര എന്നാൽ ജീപ്പ് ഉണ്ടാക്കുന്ന കമ്പനി. പോലീസിനും പട്ടാളത്തിനും യൂണിഫോം പോലെ അനിവാര്യമായ വാഹനം, ഏത് ദുർഘട പാതയിലൂടെയും കടന്നു പോകുന്ന വാഹനം, ഏറ്റവും ജനകീയനായ ടാക്സി വാഹനം, എത്ര ലോഡ് കയറ്റിയാലും പണിമുടക്കാത്ത വാഹനം, സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് കാട്ടിലും പുഴയിലും പാറക്കെട്ടിലുമൊക്കെ അതിന് അവസരമൊരുക്കുന്ന വാഹനം. കൃത്യമായ ബസ് സർവീസ് സാധ്യമാകാത്ത എത്രയോ ഗ്രാമങ്ങളും ചെറുപട്ടണങ്ങളും ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അവിടെയൊക്കെയും ആളുകൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്, ട്രിപ്പടിക്കുന്ന ജീപ്പിൽ കയറിക്കൂടാൻ. ഒരു കാലത്ത് കേരളത്തിൻ്റെ മലയോര ഗ്രാമങ്ങളിൽ ഇത് സ്ഥിരം കാഴ്ചയും അനുഭവവുമായിരുന്നു. ട്രിപ്പടിക്കുന്ന ജീപ്പെന്ന് പറഞ്ഞാൽ 1.5 വാഹനം. 5-6 പേർക്ക് നിയമപ്രകാരം അനുമതിയുള്ള ആ വാഹനത്തിൽ ഏറ്റവും കുറഞ്ഞത് 15 പേരെങ്കിലും കാണും. കേരളത്തിന് പുറത്ത് പലയിടത്തും വണ്ടിക്ക് മുകളിലും ഉണ്ടാകും 4-5 പേർ. ഡ്രൈവറുടെ വലതുവശത്ത് പോലും ആളുകൾ തൂങ്ങി നിൽക്കും. ആ ജീപ്പില്ലാതെ ഇന്ത്യയുടെ സാമൂഹ്യ പാഠത്തിലൂടെ സഞ്ചരിക്കാനാവില്ല. അതെ, ഇന്ത്യയുടെ നഗര ഗ്രാമാന്തരങ്ങളെ സഞ്ചരിക്കാൻ പഠിപ്പിച്ച വാഹനം. കാലം എത്ര കഴിഞ്ഞാലും ഒളിമങ്ങാത്ത പ്രൗഢി ഓരോ ഇന്ത്യക്കാരൻ്റെയും ഉള്ളിൽ അവശേഷിപ്പിച്ച വാഹനം, നമ്മുടെ സ്വന്തം ജീപ്പ്.